നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ സംഭവിച്ച ഹാക്കിങ്ങിൻ്റെ കഥയാണ് പറഞ്ഞത്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച ഒരു ഹാക്കിങ്ങിൻ്റെ കഥയാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് NBC ആണ്. NBC ഇത് റിപ്പോർട്ട് ചെയ്തത് 30 മാർച്ച് 2016 എല്ലാ പ്രിന്റേഴ്സും ഒന്നിച്ച് അതിൽ നിന്ന് ഫ്ലയേഴ്സ് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അത് ഒത്തിരി ഫ്ലയേഴ്സ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നപ്പോഴും അവർ നോക്കിക്കഴിയുമ്പോഴും അതിൻ്റെ അകത്ത് മുഴുവൻ ഹെയ്റ്റ് ഫിൽഡ് ആയിട്ടുള്ള മെസ്സേജുകളാണ്. ഇത് കണ്ട കുട്ടികളും അതുപോലെ ലോ എൻഫോഴ്സ്മെന്റ്, യൂണിവേഴ്സിറ്റി ലോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വളരെ പാനിക്കായി. ഏകദേശം 50,000 പേജസ് പ്രിന്റ് ചെയ്തെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വീവ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയായിരുന്നു ഈ ഒരു ഹാക്കിങ്ങിന്റെ പുറകിലുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഈ പ്രിന്റേഴ്സ് ഒക്കെ ഓടി നടന്ന് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴേക്കും അതിൽ വന്ന ഫ്ലെയേഴ്സിൽ പലതിലും സ്വസ്തിക്കിന്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നാസിയുടെ എംബ്ലോ ആയിട്ടുള്ള സ്വസ്തിക്കിന്റെ ചിഹ്നങ്ങൾ. പിന്നെ അതിൻ്റെ എഴുതിയിരുന്നത് വൈറ്റ് മെൻ, അതായത് വെളുത്ത വർഗക്കാരോടൊരു ആഹ്വാനം പോലെയായിരുന്നു. വെളുത്ത വർഗ്ഗക്കാരോട് ആഹ്വാനം ചെയ്തിരുന്നത് ഇതാണ്, വൈറ്റ് മെൻ സൂപ്പർമസി എന്ന് പറയും. വൈറ്റ് മെൻ സൂപ്പർമസി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ അകത്ത് ഈ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു 45,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുള്ള കുട്ടികളുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ എത്രമാത്രം പാനിക്കായി കാണുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റുഡൻറ് യൂണിയൻ ഇടപെട്ടു. അവിടെയൊക്കെ സ്റ്റുഡൻറ് യൂണിയൻ വളരെ സ്ട്രോങ് ആണ്. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇടപെട്ടു. യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് ഇടപെട്ട് അത് FBI-ക്ക് റെഫർ ചെയ്യാം എന്ന് വരെ പറഞ്ഞു. അത് അത്രയും അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുമല്ലോ. കുട്ടികൾ അണ്ടർ ഗ്രാജുവേറ്റ് കുട്ടികൾ മാത്രം 30,000-ന് മേളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവരൊക്കെ എത്രമാത്രം പാനിക്കായി കാണുമെന്ന് ഉള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പ്രിന്റേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ IT സെക്യൂരിറ്റിക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന ബ്രാൻഡുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അത് മാത്രം പോരാ, ഇതൊക്കെ റൈറ്റായിട്ടുള്ള കൺസൾട്ടേഷൻ തന്ന് അത് റൈറ്റായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന IT കൺസൾട്ടൻസ് ഉള്ള സർവീസ് പ്രൊവൈഡേഴ്സിനെ കൂടി ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉള്ള, നിങ്ങളുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഉള്ള ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഡെഫിനറ്റായിട്ടും പാനിക്കാവും. നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.